ഇന്ന് ഫിഷിംഗ് അല്ല കേട്ടോ നമ്മുടെ വീഡിയോ. അത് ഈ ആർച്ച് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഫിഷിംഗ് അല്ലാന്ന് എവിടെയാണ് നമ്മൾ ഉത്രാളിക്കാതിക്ക് പൂരം കാണാൻ വന്നാട്ടോ. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയെന്നൊരു സംശയം. നല്ല ഉച്ചയാണ് കേട്ടോ, നല്ല ഉച്ച ടൈമിലാണ്, 1 മണിക്കൊക്കെ തോന്നുന്നു. പൊട്ടണ വെയിൽ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, നല്ല ചൂടായിരുന്നു കേട്ടോ. ദൂരത്ത് നോക്കുമ്പോൾ നമുക്ക് ആർച്ചിൻ്റെ വലിപ്പം ശരിക്കും മനസ്സിലാവും. അതിനടുത്ത് പോയി നോക്കന്നെ വേണം. പിന്നെ ഈ പുറത്തുനിന്ന് കാണുന്നമാരല്ല കേട്ടോ, അത് കാണുമ്പോൾ സിമ്പിളായി തോന്നുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉൾഭാഗം പോയി നോക്കുമ്പോൾ അതിലുള്ള കലാകാരന്മാരുടെ കഴിവ് നമുക്ക് ശരിക്കും കാണാം കേട്ടോ. ഇതുണ്ട് എത്ര സെറ്റപ്പായിട്ട് ഉണ്ടായിരിക്കണം. ഇത് മാസം മുന്നേ തുടങ്ങും കേട്ടോ ഇവർ ഇത് ഉണ്ടാക്കി. പിന്നെ നമ്മൾ നേരെ അമ്പലത്തിനുള്ളിൽ കേട്ടോ. അമ്പലത്തിനുള്ളിൽ അടിപൊളി മേളം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ചിങ്കാരിമേളം, നാസിഡോള്, അതേപോലെ തമ്പോലം. പക്ഷേ അതിനൊന്നും ഈ മേളത്തിൻ്റെ ഒപ്പം എത്താനുള്ളൊരു ഇതില്ല കേട്ടോ. സത്യം പറയില്ല, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് അറിയുന്ന വേണം. പ്രത്യേകിച്ച് ഇങ്ങനെ വലിയ വലിയ പൂരങ്ങളാകുമ്പോൾ അവിടെ ഒന്നും പാടെ അടിപൊളിയായിട്ടോ കേട്ടോ മേളം. പിന്നെ ഉത്രാളിക്കാവ്, തൃശ്ശൂർ പൂരം, അങ്ങനെ കുറേ സ്ഥലങ്ങളിലാണ് ഇങ്ങനെ വലുതായിട്ടുണ്ടാവും. അവിടെയൊക്കെ പോയി ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുക പറഞ്ഞാൽ തന്നെ ഭയങ്കര രസമുള്ളൊരു സംഭവമാണ് കേട്ടോ അത്. ഇത് നമ്മുടെ ആർച്ചിൻ്റെ തൊട്ടടുത്തുണ്ടാകുന്ന ആനച്ചമയാണ് കേട്ടോ. പിന്നെ 3 ദിവസത്തുള്ള ആനകളൊക്കെ മൊത്തം നേർന്നിട്ട് മേളം വീണ്ടും തുടങ്ങിട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ വലിയ പൂരങ്ങളൊക്കെ നമ്മൾ വരുന്നത് 2 കാര്യങ്ങൾ കാണാൻ കേട്ടോ. ഒന്ന് മേളം, രണ്ടാമത്തെ വെടിക്കെട്ട്. പിന്നെ അതിനായിട്ടുള്ള കാത്തിരിപ്പാട്ടോ. നമ്മുടെ ആർച്ചുകളിലൊക്കെ നല്ല ലൈറ്റൊക്കെ സെറ്റപ്പായി തടഞ്ഞ് തുടത്തിട്ടോ. ഏകദേശം ഒരു 6 മണി കഴിഞ്ഞിട്ടുള്ളൂ. നമ്മളെപ്പോലെ വെടിക്കെട്ടും കാത്ത് കുറേ ഡ്രോണുകളും ആകാശത്ത് നിൽക്കുന്നുണ്ടോ, എന്താ രസം കാണാൻ. അപ്പോൾ വെടിക്കെട്ടിനെ തിരികൊളത്ത് നമ്മുടെ തിരിയും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് ഏകദേശം കുളത്തിയാണ്, ഇപ്പോൾ കത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ബാക്കി കണ്ടോളും. വെടിക്കെട്ട് കഴിഞ്ഞപ്പോൾ ആകാശത്തിനൊരു സാധനങ്ങൾ നമ്മുടെ മേത്തേക്ക് വീണു കേട്ടോ. ആ പൊട്ടിയ സാധനത്തിൻ്റെ ബാക്കി മരുന്നുകൾ, ബാക്കിയുള്ള സാധനങ്ങൾ കേട്ടോ. നമ്മുടെ ചെക്കൻ്റെ അതിൽ മൊത്തം ഉണ്ടായിരുന്നു. അച്ചു എന്നാട്ടോ എൻ്റെ പേര്. കഴിഞ്ഞ കൊല്ലത്തേക്കായി അടിപൊളിയായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ വെടിക്കെട്ട്. കഴിഞ്ഞ കൊല്ലം നമ്മൾ വന്നപ്പോൾ അത്രയ്ക്കാണ് ഉണ്ടായിരുന്നില്ല, ഇപ്രാവശ്യം തോന്നുന്നുണ്ടായിരുന്നു. ഇത് വെടിക്കെട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ വെടിക്കെട്ട് പൊട്ടിയ സ്ഥലം കേട്ടോ. എന്താ കാണാൻ ഫുൾ